അവൻ അതെന്തിനു ചെയ്തു? അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ജീവിതം കുറച്ചുകൂടി നന്നായേനെ. ഡെൻ ചായ് ഒരു കമ്പനിയുടെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അവനൊരു ഇൻട്രോവേർട്ടാണ്. സ്വന്തമായി സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും തന്നെ ഇല്ല. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നൂയി എന്നൊരു പെൺകുട്ടി പുതിയതായി ജോയിൻ ചെയ്യുന്നു. ഡെൻ ചായ്ക്ക് നൂയെ ഇഷ്ടമാകുന്നു. എന്നാൽ നൂയി വിവാഹിതനായ കമ്പനി പ്രസിഡന്റ് ടോപ്പുമായി പ്രണയത്തിലാകുന്നു. ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായി കമ്പനിയിലെ എല്ലാവരും കൂടെ സ്നോ ഫെസ്റ്റിവൽ കാണാനായി ജപ്പാനിലേക്ക് പോകുന്നു. ടോപ്പും നൂയും പ്രണയിച്ച് നടക്കുന്ന ഡെൻ ചായ് കാണുന്നു. അവിടെയുള്ള ഒരു മണിയിൽ അടിച്ചു പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്നറിയുന്ന ഡെൻ ചായ് മണിയടിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം നൂയുമായി സ്പെൻഡ് ചെയ്യാൻ സാധിക്കണമെന്ന്. പിറ്റേന്ന് ടോപ്പിന്റെ ഭാര്യയും മകനും വരുന്നതോടുകൂടി ടോപ്പ് ചെന്ന് ചതിക്കുകയാണെന്ന് നൂയി മനസ്സിലാക്കുന്നു. നൂയി ആരോടും പറയാതെ ടൂർ കണ്ടിന്യൂ ചെയ്യാതെ ഓടിപ്പോകുന്നു. ഇതറിഞ്ഞ ഡെൻ ചായ് അവളുടെ പുറകെ പോകുന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ നൂയ് ആത്മഹത്യ ചെയ്യുന്നു. ഇത് കാണുന്ന ഡെൻ ചായ് നാട്ടുകാരുടെ സഹായത്തോടെ നൂയെ രക്ഷിച്ചു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ആ സംഭവത്തിന് ശേഷം കുറച്ചു വർഷത്തെ കാര്യങ്ങൾ നൂയി മറന്നു പോകുന്നു. ഒരു ദിവസം മാത്രമേ അങ്ങനെ ഉണ്ടാവൂ. നാളെ നൂയ് ഓക്കെ ആകുമെന്ന് ഡോക്ടർ പറയുന്നു. ഇതറിഞ്ഞ ഡെൻ ചായ് നൂയ് തന്റെ കാമുകിയാണെന്ന് പറഞ്ഞ് ആ ദിവസം അവളുടെ കൂടെ എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്നു. 2016 ഇറങ്ങിയ തായ്ലൻഡ് റോംകോം മൂവിയാണ് വൺ ഡേ. ഇത് വളരെ മികച്ചൊരു തായ്ലൻഡ് റോംകോം സിനിമയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ അവൻ അത് എന്തിനു ചെയ്തു എന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും തോന്നാം.